സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന ഒരു രാജ്ഞി ഉണ്ടല്ലോ, ഒരു ഒരു വേശികളുടെ രാജ്ഞി ഒരുത്തിയുണ്ടല്ലോ, രേണു പുണി, കൊല്ല സുധീര, വെപ്പ് കൊണ്ടാട്ടി. അവളെ കുറിച്ച് പറയാനായിട്ട് വിളിച്ചു. എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ എന്നെ കെട്ടിയെടുക്കാനെ കൊണ്ട് തന്നെ നേരം എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഈ ഫോൺ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ വന്ന് കിടക്കുന്നു. ഇവളില്ല നാക്കിട്ടെന്തോ ഗോഷ്ടി കാണിക്കണം. സത്യം പറയാലോ, ഈ പണ്ട് എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശുവിനെ തലേന്നൊക്കെ കാടി ഒഴിച്ചു വെക്കും. അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഈ എച്ചിലൊക്കെ ഈ അതിൻ്റെ വായുടെ ചുറ്റാക്കെ പറ്റി പിടിക്കുമ്പോൾ ഇത് നാക്കിട്ട് ഇത് കണക്ക് ഇങ്ങനെ ഈ എച്ചിൽ തുടച്ചെടുക്കുന്നൊരു ഇതുണ്ട്, പരിപാടിയുണ്ട്. ഞാൻ നോക്കിയപ്പോഴുണ്ട് ഈ വേശി കിടന്ന് ഇത് കണക്ക് കിടന്ന് കാണിക്കുവാണ്. അവളെ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതിടയ്ക്ക് എന്നെ നാക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതേ കിടക്ക് ചേഷ്ടകൾ കാണിക്കണം. ചേച്ചി ഇതിൻ്റെയൊക്കെ ഇത് എന്തോന്ന് ഇത് കാണുന്നവരെ സമ്മതിച്ചു കൊടുക്കണമല്ലോ. സത്യം പറഞ്ഞാൽ കണ്ട അറപ്പ് തോന്നും, അറപ്പ്. അമ്മാതിരി പരിപാടിയായി കാണിച്ചു വെക്കുന്നത്. ഇതൊക്കെ ഈ ലൈവിൽ വന്നിരുന്ന് ഇവളെ ചുണ്ടിൽ കടിക്കാനും അതിനും ഇതിനൊക്കെ ഇതൊക്കെ കാണാനും ഇവളെ കോഴിക്കാരി കാണാനും ആളുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇതിനേക്കാളും ഇവന്മാരെ കൊണ്ടുവന്ന് ആ ടാറിലങ്ങോട്ട് ഉരച്ചൊക്കെ കളഞ്ഞൂടെ ഇവന്മാരെ ഇത് കാണുന്നതിനേക്കാളും. എന്റെ ദൈവം, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഈ പള്ളിയിൽ വെച്ച് ഈ സ്ഥലവും കൊടുത്ത് അവിടെ ഒരു വീട് ഈ ഫിറോസ് അവരൊക്കെ ഈ വീട് വെച്ച് ഇവക്ക് കൊടുത്ത് ഇവരൊന്നും ഈ ലൈവിലുള്ള ഒരു കാര്യങ്ങളും ഇത് ഈ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യണ ചാനൽ നോക്കണം ഇവരൊന്നും കാണില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് അല്പമെങ്കിലും ഈ പള്ളിയിൽ വെച്ചാൽ ഈ ഫിറോസ് ആക്കി അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവർക്ക് എന്തും പ്രതികരിക്കാത്ത ഇവിടെ അവിടെ അടിച്ചിറക്കാനുള്ള നിയമ നടപടികൾ എടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പള്ളിയിൽ വെച്ച് ഇയാൾക്കുണ്ടല്ലോ, അയാൾ ഈ ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അയ്യാക്ക് ഈ വീഡിയോ എടുത്തിട്ട് കൊടുക്കണം. സത്യം പറഞ്ഞേച്ച് അയ്യാക്ക് ഈ വീഡിയോ എടുത്തിട്ട് കൊടുക്കണം. ഇയാൾ കൊടുത്ത പറമ്പിൽ ഇമാതിരി അനാവശ്യ കാര്യങ്ങൾ നടക്കുമ്പോഴത്തെ ഇയാൾ കണ്ണു കൂട്ടിയിരിക്കണം തോന്നി. ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഇയാൾ എന്തിനാണ് ഈ കണ്ണും പൂട്ടിയിരിക്കുന്നത്? ഇയാൾ ഒരു പള്ളിയിൽ വെച്ചനല്ലേ? ഇയാൾക്ക് പ്രതികരിക്കണ്ടേ? സത്യം തൊട്ടിപ്പുറത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഈ പള്ളിയിൽ വെച്ച് ഈ സ്ഥലവും കൊടുത്ത് അവിടെ ഒരു വീട് ഈ ഫിറോസും അവരൊക്കെ ഈ വീട് വെച്ച് ഇവക്ക് കൊടുത്ത് ഇവരൊന്നും ഈ ലൈവിലുള്ള ഒരു കാര്യങ്ങളും ഇത് ഈ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യണ ചാനൽ ഓപ്പണാക്കുമ്പോൾ ഇവരൊന്നും കാണണ്ടില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊക്കെ അല്പമെങ്കിലും ഈ പള്ളിയിൽ അച്ഛന് ഈ ഫിറോസ് ആക്കിയൊക്കെ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് പ്രതികരിക്കാത്ത? ഇവിടെ അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള നിയമ നടപടികൾ എടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പള്ളിയിൽ വെച്ച് ഇയാൾക്കുണ്ടല്ലോ, അയാൾ ഈ ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അയ്യാക്ക് ഈ വീഡിയോ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. സത്യം പറഞ്ഞേച്ചി അയ്യാക്ക് ഈ വീഡിയോ എടുത്തിട്ടിരിക്കണം. ഇയാൾ കൊടുത്ത പറമ്പിൽ ഇമാതിരി അനാവശ്യ കാര്യങ്ങൾ നടക്കുമ്പോഴത്തെ ഇയാൾ കണ്ണും പൂട്ടിയിരിക്കണം തോന്നി. ഞാൻ അതാണ് ചോദിക്കുന്നത്, ഇയാൾ എന്തിനാണ് ഈ കണ്ണും പൂട്ടിയിരിക്കുന്നത്? ഇയാൾ ഒരു പള്ളിയിൽ വെച്ചനല്ലേ? ഇയാൾക്ക് പ്രതികരിക്കണ്ടേ? സത്യം തൊട്ടിപ്പുറത്ത് ഇവളെ ഈ നാറിയുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ റൂമിൽ ആര് കിടക്കുന്നു? തങ്കം കിടപ്പുണ്ട്. ഇവള് കാണിക്കണ ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ റോക്കറ്റ് വിടണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റൂല ചേച്ചി. കാരണം ഈ ടീവികൾ എങ്ങനെയാണ്, അഴുക്ക ടീവികളാണ്, അറിയാൻ പറ്റൂല. ഇവള് ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയണ്ടേ, ഇവള് ഈ തങ്കച്ചനുള്ളത് തന്നെയെന്നുള്ളൊരു ഡൗട്ടാണ്. അതും ഒരു ഡൗട്ടാണ്. ആണെങ്കിൽ ഇവൾ ഇങ്ങനെ പറഞ്ഞു വിലക്കൂല. സ്വന്തം മക്കള് തെറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് തള്ളയും തന്തയും പറഞ്ഞു വിലക്കൂല. അപ്പൊ അങ്ങനെ പോലും പറഞ്ഞു വിലക്കാതിരിക്കണമെങ്കിൽ ഈ തങ്ക ഉണ്ടാക്കിയത് എന്നെയെന്ന് ഡൗട്ടുണ്ട് ചേച്ചി. ചേച്ചി ഒന്ന് ആലോചിക്കണം, ആ ഒരു സുധി മരിച്ചപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് ആ വീട് വെച്ചു കൊടുക്കുന്നത്. ഫിറോസ് അതിനൊരു മീഡിയേറ്റർ ആയെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? ആ ഒരു ബ്രദർ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഇത് ഫിനാൻഷ്യലി എല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഈ വീട് വെച്ചു കൊടുക്കുക. വീട് മാത്രമാണെങ്കിൽ ഓക്കെ, അവിടെ കിടക്കണ ഫർണിച്ചർ, അവിടെ കിടക്കണ സകല കപ്പ്, അവക്ക് ആ ചിരവ കണക്കിരിക്കണ പല്ല് തേക്കാനുള്ള ബ്രഷ്, പേസ്റ്റ്, എന്തിനേറെ പറയണം, അവള് പീരീഡായ കോണാത്തിൽ പൊട്ടിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്റ്റേ ഫ്രീ വരെ ആൾക്കാർ വാങ്ങിച്ചു കൊടുത്ത്, അത് വരെ ഒട്ടിച്ചു വെച്ചാണ് ഇവള് നടന്നുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കണം. അവള് ഇപ്പൊ കിടന്ന് കാണിക്കണ പരിപാടി ഒന്ന് ആലോചിക്കണ ചേച്ചി. ഒരു നക്കി തിന്നാൻ നല്ലിപ്പില്ലാത്ത സമയത്ത് ഇവള് ഒന്നുമല്ലാന്ന സമയത്ത് ഇവക്ക് ഇത്ര ഈ അഹങ്കാരവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് കിടന്നേക്കാൻ നിവർത്തില്ലാത്ത ഇവള് തുണി അഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഈ അപരാധിയുടെ വീഡിയോ മാത്രമേ വരുന്നുള്ളൂ. ഇതൊന്ന് ആലോചിക്കുകയാണ്. അതവളെ മോന്ത കണ്ടുകൊടുത്താല
അയ്യോ എന്റെ പൊന്നെ, അവളെ മോന്താ കണ്ടുപിടുത്തവളെ മൂക്കും തുറന്ന്, അവളെ കാലിൻ്റെ ഇട വരെ കീറിയിരിക്കണ വായും തുറന്ന് ഓരോ കോസ്റ്റ് കാണിച്ചു കൊടുത്ത തുപ്പി വിട്ടു കൊടുക്കാൻ തോന്നുന്നു. സത്യമാണ്. ഇതിവളെ കാണണത്, അയ്യോ ഇവളെ കാണണതേ അറപ്പാണ് കാണണത്. ഇവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ഗുണ്ടന്മാര് തന്നെ. സത്യമാണ്. ഇവ നേരായിട്ടുള്ള ആൾക്കാർ ഇവളെ സപ്പോർട്ട് ചെയ്യും. കുറെ കുണ്ടന്മാര് 9 ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവള് ചെന്ന് അവർക്ക് കൊടുക്കുമായിരിക്കും. അതാണ് സപ്പോർട്ട് ചെയ്യണത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവളാണെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറയും എനിക്ക് നെഗറ്റീവ് കമന്റുകളാണ് ഇഷ്ടം. എന്നെ തെറി വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്, എന്നെ വെടിയെന്ന് വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്, എന്റെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ചാലും ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടം തന്നെ. ഇഷ്ടമല്ലാത്തത് എന്താണ്? എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ വെടിയെന്ന് വിളിക്കുമ്പോഴോ ഇവള് അതിനെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പൊ ഇവക്ക് എത്ര തന്തയാണ്. തങ്ക് മാത്രമൊന്നും ആയിരിക്കൂല ഇവളെ തന്ത. ഇതിപ്പോഴും മിക്സ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്സ്ഡ്. മനസ്സിലായ? ഈ തങ്കുവിന് മാത്രമുള്ള, കാരണം പല സ്വഭാവങ്ങൾ കാണിക്കുന്നത് പിന്നെ പല തന്തയ്ക്ക് പിറന്നുണ്ടല്ലേ. ഒറ്റ തന്തയ്ക്കുള്ളതാണെങ്കിൽ ഒരു പറയണ ഒരു വാക്കിനൊരു വിലയുണ്ട്. ഇവിടെ എന്നോണ്ട് പറയും ഇന്നതാണ്, ഇല്ല അങ്ങോട്ട് മാറി എന്നോണ്ട് പറയും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ബോധമില്ല, പൊക്കണമില്ല, എനിക്ക് യാതൊന്നും ഇല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അവൾക്ക് എത്ര തന്തയുണ്ട്. അല്ല ഞാൻ ആലോചിക്കുന്നത് അവളെ അപ്പനും അമ്മയ്ക്കും ഇത്തിരിയെങ്കിലും നാണം ഉണ്ടാകുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ തുണിവൊക്കെ കാണിച്ച് ഇവളുണ്ടാക്കണ പൈസ വാങ്ങിച്ച് ഈ തിന്നോണ്ട് കിടക്കണ ഈ തങ്കോനും ആ പള്ളിക്കാരി ആ മൂത്തമ്മയ്ക്ക് എത്ര നാണം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര നാണമുണ്ട്. ഇവർക്ക് ഇതിനേക്കാളും പോയി തെണ്ടി ജീവിച്ചൂടെ? ഭിക്ഷ എടുത്ത് ഇവർക്ക് ജീവിച്ചൂടെ? അതിന് പിന്നും ഉണ്ടല്ലോ വെച്ച് അന്തസ്. ഈ മോള് കൊണ്ടുവന്ന് ഇങ്ങനെ അപരാധിച്ചു കൊണ്ടുവരുന്ന പൈസ വാങ്ങിച്ച് തിന്നാനായിട്ട് ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഉളുപ്പുണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പ്. ഒരു ചേച്ചി എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ, അവക്ക് ബോധമുണ്ട്, പൊക്കണമുണ്ട്. ഒരു ചേട്ടൻ ഇഞ്ചി നീരൊരുത്ത അവിടെ ഒരുത്തുണ്ടല്ലോ. ഇതൊന്നും കാണൂലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അച്ഛനും ഈ ചേട്ടനും കൂടെ ചേർന്ന് ഈ ലൈവിൽ പറഞ്ഞ ഇവളെ തൊടയി, ഇവളെ ക്രീം ഇടക്കോ, ഇവളെ ചാല് കാണിപ്പും ഇവളെ ചുണ്ട് കെടുപ്പും അപ്പുറത്തെ കാണിപ്പും കാരണം ഇവര് അപ്പുറത്തെ റൂമിൽ പോയി റോക്കറ്റ് വിടും. ഇതാണ് നടക്കുന്നത്. കാരണം ഇവരെ പാരമ്പര്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവളൊരിക്കൽ മീഡിയക്കാരുടെ മുമ്പിൽ ഒന്ന് അവന്മാരെന്തോ ചോദിക്കുന്നത് വടയെ കുറിച്ച്. ചേച്ചി ഒന്ന് ആലോചിക്കണേ, ഇവള് ഈ സമൂഹത്തിന് കൊടുക്കണ മെസ്സേജ് എന്തുവാണ് ചേച്ചി? ഇവള് ഭയങ്കര സെലിബ്രിറ്റി ആണല്ലോ. ബിഗ് ബോസിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഏതാ കാലിൻ്റെ ഇടയിലൊക്കെ പോയി നിരങ്ങിയിട്ട് വന്നവള്. അവള് സെലിബ്രിറ്റി. അവള് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആ മീഡിയക്കാര് ചോദിച്ച് വടയെ കുറിച്ച്, എന്റെ വട ചെറുതല്ലേ? അപ്പൊ ഇവള് ഈ വെടി, ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഈ വെടി ഈ വലുതായി വരുന്ന തലമുറയ്ക്ക് ഒരു ഭീഷണിയല്ലേ എന്ന് ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഒന്ന് ചിന്തിച്ചു ചേച്ചി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കറിയാമോ ഈ വട എന്തരാണ്? നമുക്കറിയാമോ ചേച്ചി? അപ്പൊ ഈ കൊച്ചുങ്ങള് ഇപ്പൊ വലുതായി പറഞ്ഞ ഈ കൊച്ചുങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ അവര് മനസ്സിലാക്കൂലേ ഈ കാര്യങ്ങള്? അപ്പൊ ഇവള് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയണ ഇവള് ഒരു വിപത്താണ്. ഒരു സത്യം പറഞ്ഞൊരു വിപത്താണ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് രേഷ്മ തങ്കച്ചൻ അവളുടെ അടുത്ത് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, എടി നിന്റെ വട ചെറുതെന്ന് പറഞ്ഞ്, എന്നാ നിന്റെ താഴെ ഇരിക്കണ സാമാനം അതെനക്ക് ചെറുത് തന്നെ. നീഗ്രോകൾക്കും അവർക്കും ഇവർക്കും ഫിലിപ്പീൻസിനും അവിടെ ഇവിടെയും കൊണ്ടുവന്ന് കൊടുത്ത് നീ അപ്പക്കച്ചവടം നടത്തി നീ ഇന്നും ഇന്നലെയും തുടങ്ങിയ അപ്പക്കച്ചവടം അല്ല കേട്ടാടി. നീ ഇന്നും ഇന്നലെയും തുടങ്ങിയ അപ്പക്കച്ചവടം ഞാൻ വെല്ലുവിളിക്കണ് നിന്റെ അടുത്ത്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കണം, നീ ഇന്നും ഇന്നലെയും തുടങ്ങിയ അപ്പക്കച്ചവടം അല്ല. നീ സുധീര കൂടെ ഇരുന്നപ്പോഴും ഈ അപ്പക്കച്ചവടം തന്നെയാണ്, അതിന് മുന്നമേ അപ്പക്കച്ചവടം തന്നെയായിരുന്നു, അയാൾ മരിച്ചതിന് ശേഷം അപ്പക്കച്ചവടം തന്നെയാണ്, ഇപ്പോഴും അപ്പക്കച്ചവടം തന്നെയാണ്. അപ്പോൾ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ രേഷ്മ എന്ന് പറയുന്ന ഈ പരമചെറ്റ പട്ടിച്ചീരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എടി നിന്റെ അപ്പം ചെറുതാണോ?
ചെറുതാണോടി ഈ നീഗ്രകൾക്കും ഫിലിപ്പീൻസിനും കൊടുക്കുന്ന നിന്റെ അപ്പം ചെറുതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിന്റെ മോന് നീ ഒരു നല്ലൊരു അമ്മയാണോ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു നല്ലൊരു മകളാണോ? നീ ഒന്ന് ആത്മപരിശോധന നടത്തുന്ന നിനക്ക് കെൽപ്പുണ്ടാടി? നിനക്ക് കെൽപ്പുണ്ടാ? നീ സുധീര കൂടെ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് നീ നല്ലൊരു ഭാര്യയായിരുന്നോടി അവന്? ആയിരുന്നു? നിനക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നിനക്ക് പറ്റുമോ നീ എങ്ങനത്തവളാണെന്ന്? അപ്പൊ നീ നമ്മുടെ സമൂഹത്തിന് നീ ഒരു വിപത്താണ്. മനസ്സിലായ? നമ്മളെല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഫോൺ തുറക്കണം, ഇവിടെ നെറ്റ് ഓണാക്കിയ ഉടനെ നിന്റെ ഗൊറില്ല മോന്ത കണ്ട് ഓരോ ദിവസം നിന്റെ ഗൊറില്ല മോന്തയും നിന്റെ അഴിഞ്ഞാട്ടവും കണ്ട് നമ്മളെ ക്ഷമ നശിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ വിലപ്പെട്ട സമയങ്ങളാണ് നശിച്ചു പോകുന്നത്, അറിയാമോ? ഇവള് പറയുന്നതാണ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് കിട്ടണ പൈസ കൊണ്ടുവന്ന് ഇവള് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന്. കടം വാങ്ങിച്ചേ വീട്ടിൽ വേവിക്കാതെ അപ്പം തിന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഹോട്ടൽ ഫുഡേ ഇറങ്ങുള്ളൂ അവക്ക്. ഹോട്ടൽ ഫുഡുകളും തിന്നിട്ട് ആളെ ഓമ്പിച്ച് ജീവിച്ച അപരാധിയാണ് അവള്. അവനും കണക്കി തന്നെ, ഈ കൊല്ലം സുധി എന്ന് പറയുന്ന അങ്ങേരും കണക്കി തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാ ഈ പൈസ ഇങ്ങോട്ട് കടം വാങ്ങിക്കുമ്പോഴത്തേക്ക് അവനത് കൊടുക്കണമെന്നില്ലായിരുന്നല്ലോ. ആലോചിച്ച് നോക്കി ചേച്ചി, അവനത് കൊടുക്കണമെന്നില്ലായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടി വാടകയ്ക്ക് താമസിച്ച വാടക പൈസ കൊടുക്കൂല. ആൾക്കാരെന്ന് വെച്ചാൽ തൊഴിലുറപ്പിനും അതിനും ജോലി ചെയ്ത് വെച്ചിരുന്ന പൈസ ഇവനും കൂടെ ചെന്ന് കരഞ്ഞ് പിടിച്ച് വാങ്ങിച്ചുകൊണ്ടിട്ട് അവർക്ക് ആ പൈസ കൊടുക്കൂല. പിന്നെ ഒരു സുധീര കണക്കിരിക്കണ ഒരുത്തനുമായിട്ട് സല്ലപിച്ച് അവനെ കുറെ മൂഞ്ചിച്ച്. അങ്ങനെ എത്ര ആൾക്കാരെ നമ്മൾ മൂഞ്ചിച്ച്. ഈ പൈസകളൊന്നും അവള് കൊടുക്കൂല. അവക്ക് കാലിൻ്റെ ഇട വൃത്തിയാക്കണം, അവക്ക് മുഖം വൃത്തിയാക്കണം, അവൾ വെളുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിച്ച്, നമുക്ക് ഇത്രയും കടങ്ങൾ കിടക്കുന്നു. ആ കടങ്ങൾ തീർത്തിട്ട് നീ ഇതേണൊക്കെ ചെയ്താൽ അതിന് ആൾക്കാർ ഒന്നും പറയത്തില്ല. നീ ഇത് കൊടുക്കാതെ നീ ഈ വേലത്തരങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളികൾക്കും മനസ്സിലായാ? എടി, ഞാൻ ഇവളടുത്താണ് ചേച്ചി പറയുന്നത്. ചേച്ചി ഇത് പബ്ലിക്കിലിട്ടോ. ഞാൻ ഇവളടുത്താണ് ചോദിക്കുന്നത്. ഒരു കുറെ കൊണച്ച വീഡിയോയിൽ ഇവൾ അഭിനയിക്കാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല, അഭിനയിക്കാൻ. ഇവളിടുന്ന വീഡിയോ അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവൾ അഭിനയിച്ച വീഡിയോ ഇവൾ കാണത്തില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വീഡിയോയിൽ കണ്ടില്ല, പഞ്ചായത്ത് മെമ്പർ ഏതാ ഒരു തേങ്ങയായിട്ട് ഇവൾ അഭിനയിച്ച ആ തിട്ടപ്പുറത്ത് ഇങ്ങനെ കൈയും ഇങ്ങനെ കുത്തിവെച്ചിട്ട് ഇരിക്കണ ഒരു രംഗമുണ്ട്. ആ രംഗം കണ്ട് കൊടുത്തവർക്ക് എന്റെ ഈശ്വരോ, പണ്ടത്തെ മറ്റേ ഇല്ല ഈ ഹിപ്പോപ്പൊട്ടാമസ് അല്ലല്ലോ, മറ്റേ മരയോന്ത് തിണ്ണയിൽ രണ്ട് കൈയും കുത്തി ഇങ്ങനെ ഇരിക്കുന്ന കണക്കുണ്ടാവും. അവളെ മോന്തയൊക്കെ കണ്ടു കൊടുത്ത് എന്റെ പൊന്നോ, അതേ കണക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ 5 പൈസയ്ക്ക് അഭിനയിക്കാൻ കൊള്ളൂല. എന്തെങ്കിലും റീൽസാ കാര്യങ്ങളിട്ട് എന്റെ മുന്നോ അതിൽ കെട്ടിപ്പിടുത്തവും ഉമ്മ ഇതുമല്ലാതെ പിന്നെ അഭിനയിക്കുന്ന എന്തിനാണ് ഇവൾ എന്താണ് അഭിനയിക്കുന്നത്? ഇവക്ക് അതിന് പറ്റൂല. അവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. ഇവക്ക് എന്താണ് അറിയാന്നുള്ളത് ഇവക്ക് കിടന്നു കൊടുക്കാൻ മാത്രമേ ഇവക്ക് അറിയാവൂ. ഇവക്ക് അതേ അറിയാവൂ. ഇവളെ പഠിച്ചത് ഇവളെ വീട്ടിൽ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്തതും ഇങ്ങനെ കിടന്ന പൈസ ഉണ്ടാക്കി കൊണ്ടുവാ നമ്മൾ തിന്നാ. നീ കിടന്ന് നീ എവിടെയോ അസടൈമേ പോവേ, നീ ബഹറിൽ പോവേ, നീ ദുബായിൽ പോവേ, നീ എവിടെയോ പോയിട്ട് നീ അപരാധിച്ചോണ്ടെങ്കിൽ നീ 2 കൈ നീട്ടി എയർപോർട്ടിൽ അച്ഛനും അമ്മയൊക്കെ വന്ന് നിൽക്കുന്ന കാണാം. മോൾ അപരാധിച്ചിട്ട് ഇനി കയറി ക്ഷീണിച്ച് ചത്തുകുത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും സെലിബ്രേറ്റ് ചെയ്യാൻ വരവേൽക്കാനായിട്ട് വന്ന് നിൽക്കുന്ന നാണം ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കണം. നാണം ഈ അച്ഛനും അമ്മയ്ക്കും ഈ സഹോദരിയുടെ ഭർത്താവ് ഇഞ്ചിനീരിനും നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാണമുണ്ടോ? നിങ്ങൾ ഏത് കൊണാണ്ടറിലെ ആൾക്കാരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് സത്യം പറഞ്ഞ ലോട്ടറി അടിച്ചിരിക്കുന്നത് മറ്റേ ബിനുവിനാണ്. സത്യം ചേച്ചി, ബിനുവിനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. കാരണം ഈ മാരണം തലേന്ന് പോയോണ്ട് പുള്ളിക്കാരുണ്ടല്ലോ ബമ്പറാണ് അടിച്ചിരിക്കുന്നത്. ബമ്പർ അങ്ങനെ കൂടെ ഇരുന്ന് ഈ പോക്കത്രം കാണിച്ചിട്ട് ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുകയാണ്. അപ്പൊ ഇവള് ആലോചിച്ച് നോക്കണം. ഇവള് ആ മനുഷ്യന്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഇവള് അവിടെ നിന്ന് ചാടി പൊങ്ങിച്ചാടി ഈ സുധീര മണ്ടയിൽ വന്നു കയറിയത്. അപ്പൊ ഇവളെ റേഞ്ച് എന്തോ ആണെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇവളെ റേഞ്ച് എന്തോ ആണെന്നുള്ളത്. ഇവളെ അന്നേ അപരാധിയാണ്. ഇവൾക്ക് അപരാധിക്കണം എന്നുള്ളൊരു ചിന്തയല്ലാതെ ഇവൾക്ക് വേറെ ഒരു ചിന്ത അവക്കില്ല. ഇവർക്ക് ഇത് ചെയ്യണം, ഇവർക്ക് ഇങ്ങനെ അപരാധിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇവക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ സുധിയുടെ മരണവും ഇവളെ ഭാഗ്യമാണ്. സുധി മരിച്ചത് ഇവക്കൊരു ലോട്ടറി കാണിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇവ മരിച്ചപ്പോഴത്തേക്ക് ഇവള് ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇവള് ആ മരിച്ച സമയത്ത് തന്നെ ആ ക്യാമറയിലൊക്കെ നോക്കുന്ന ആ രംഗങ്ങളുണ്ട് ചേച്ചി, കറക്റ്റ് നമ്മൾ വീഴ്ചറിയാൻ പറ്റും. ഇവൾ ആ ക്യാമറയിൽ നോക്കി ഇവളെ ഭയങ്കര വിഷമമൊന്ന് കാണിക്കാനായിട്ട് ഇവള് ക്യാമറയിൽ നോക്കി അഭിനയിച്ച ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതിൽ വെച്ച് ഈ ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഇവളെ മനസ്സിലായില്ല. എന്നിട്ട് ആ ഒരു ലക്ഷ്മി നക്ഷത്രം പോയി ഇവളെ പൊക്കിയെടുക്കാനായിട്ട് പോയിരിക്കണം. അയ്യോ, എനിക്ക് സുധിച്ചേട്ടന്റെ വിയർപ്പിന്റെ മണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇവള് ഈ ലങ്ങേരി ഇട്ട് ഉടുപ്പും പൊക്കി പിടിച്ച് ഉടുപ്പും പാൻറ്റും എന്തൊക്കെ ഉണ്ടല്ലോ അതും പൊക്കി പിടിച്ച് ദുബായിൽ പോയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്നൊരു സ്പ്രേ ഉണ്ടോന്ന്
ഇവക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ അവൾ പറഞ്ഞു ഇവർക്ക് ഇത് വീഡിയോ ആക്കണം, കാരണം ഇവക്ക് പബ്ലിസിറ്റി വേണം. ഉടനെ അതിന്റെ വീഡിയോ രേണു കുണി ഫേമസ് ആയി. ഈ വിയർപ്പിന്റെ സ്പ്രേ എവിടെ നിന്നാണ് കൊണ്ടുവന്ന? ദുബായിൽ നിന്ന്. ആ ദുബായിൽ ഇവിടെ പോയി അപരാധിക്കാൻ കിടന്നെന്ന് പറഞ്ഞുള്ള അവസ്ഥകൾ ചിന്തിച്ചു നോക്കിയാൽ വെച്ച് നാട്ടിൽ പോയി സുധിച്ചേട്ടന്റെ സ്പ്രേ ഉണ്ടാക്കി അതേ നാട്ടിൽ പോയി വ്യഭിചരിക്കാൻ കിടന്ന അപരാധിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ ഇവള് ഏത് ടൈപ്പാണ്? ഇപ്പോഴും ഇവളെ സൈഡ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് പറയാനുള്ളത്, അവരൊക്കെ ഇവൾ അതേ റേഞ്ചുള്ളവരാണ്. സത്യം. അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തികളും, കേരളത്തിൽ കിടക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ഇവൾ എങ്ങനത്തെ ആണെന്നുള്ളത്. ഞാൻ പറയണ ചേച്ചി, ഇവളെ പൂട്ടിക്കണം. ഇവളെ ഈ അഴിഞ്ഞാട്ടം പൂട്ടിച്ചേ പറ്റും. കാരണം വെച്ചാൽ ചേച്ചി നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവളെ റീൽസ്, ഇവളെ ഈ പറട്ടുന്നുണ്ട്. ഇവള് പറയുന്നത് തമന്നയാണെന്ന്. തമന്നത് കേട്ടോണ്ടല്ലോ അവളെ തൂൾ വരി അറിയും. സത്യമായിട്ട് ഞാൻ പറയണേ ചെയ്യാം, തമന്നത് കേട്ടാൽ തൂൾ വരിക. അമ്മാതിരിയാണ് ഇവളെ മോന്തായിരിക്കണത്. തമന്നയാണെന്ന്. ഇതൊക്കെ ആര് പടച്ചുവിടുന്നത്? ഇവിടെ ആരൊക്കെ പടച്ചുവിടുന്നതാണ് ഞാൻ. അല്ലെങ്കിൽ ഇവൾ കണ്ണാടി നോക്കൂലേ എന്തോ? ഇവളെ മോന്ത എങ്ങനെ ഇവള് ചിരിച്ചാ പല്ലൊക്കെ എന്റെ പൊന്നോ, വായണ്ടല്ലോ, വായ എവിടം വരെ കീറി കിടക്കുക, താഴെ വരെ കീറി കിടക്കുന്ന ഭാ. ഇപ്പൊ കുറെ വീട് ഇട്ടിരിക്കണം. അകയ്ക്ക് കൊള്ളില്ല. അകയ്ക്ക് ബോഡി ഷേമിങ് തന്നെയാണ്. കാരണം ഇതിന് ബോഡി ഷേമിങ് തന്നെ വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്.